എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി കുമ്പളങ്ങ കൊണ്ട് തയ്യാറാക്കിയെടുത്ത വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെ നമുക്ക് ഈ ഒരു കറി കഴിക്കാം. സാധാരണ നമ്മൾ കുമ്പളങ്ങ കറി തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഈ ഒരു കറി തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഒരു കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമില്ല ഇന്നത്തെ കറിയിലേക്ക്. ഒരു ചെറിയ കഷ്ണം മതി. നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ കുമ്പളങ്ങയാണ് കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള കുമ്പളങ്ങ. അപ്പോൾ അതിലൊരു ചെറിയ പീസേ ഞാൻ ഇപ്പോൾ കറിയിലേക്ക് എടുക്കുന്നുള്ളൂ. ഒരു വലിയ കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ അതിൻ്റെ തൊണ്ടയ്ക്ക് ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാൽ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിനു മുൻപും നമ്മൾ കുമ്പളങ്ങ കൊണ്ട് ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ കുമ്പളങ്ങയുടെ അകത്ത് ആ ഒരു കുരുവൊക്കെ ഉണ്ടല്ലോ, അത് ഞാനൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പം തീരെ അങ്ങോട്ട് ഖനം കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഖനത്തിൽ തന്നെ ഇരുന്നോട്ടെ. കാരണം കുമ്പളങ്ങയാണ്, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ കഷ്ണം നുറുക്കിയെടുക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തത്. അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാണെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഒരു ചെറിയ കഷ്ണം തക്കാളി അത്ര എടുത്താൽ മതി. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് അത് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഒരു പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ, അധികം എരിവുള്ള മുളക് പൊടി അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തത്. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. അപ്പോൾ കുമ്പളങ്ങയിൽ വെള്ളം കുറച്ചുള്ളതാണ്, അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ കേട്ടോ. വളരെ കുറച്ച് കൊടുത്താൽ മതി. കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ. ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പം കുമ്പളങ്ങയിൽ നിന്നും കുറച്ച് വെള്ളമൊന്ന് ഇറങ്ങും. അപ്പോൾ അത് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂട് വന്നതിന് ശേഷം മാത്രം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതാ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മട്ടയരി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ ചേർത്ത് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്. ഇനി ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിലിട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ മട്ടരി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ടൊന്ന് നോക്കുക കേട്ടോ. മട്ടരി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കിട്ടുക. ഇനി മട്ടരി നിങ്ങളുടെ കയ്യിൽ ഇല്ലാച്ചാൽ മാത്രം വേറെ അരി എടുക്കുക, പച്ചരി എടുക്കാതിരിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറണ വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കുക. മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പം ഞാൻ അത് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മുടെ ഈ കറിയിലേക്ക് കുറച്ച് നാളികേരം അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാളികേരം വളരെ കുറച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. വേറെ ഒന്നും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നാളികേരം മാത്രം അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിതാ വേവാൻ വച്ചിരിക്കുന്ന നമ്മുടെ കുമ്പളങ്ങ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇത് കുക്കറിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മൺചട്ടിയിൽ തയ്യാറാക്കുകയാണെങ്കിലും ഒരു 10 മിനിറ്റ് മതി കേട്ടോ. അതിനുള്ളിൽ നമുക്ക് കറി റെഡിയായി കിട്ടും. ഇതപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ലാച്ചാൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാളംപുള്ളിയുടെ വെള്ളമാണ്. വാളംപുള്ളി എടുത്തിട്ട് വളരെ കുറച്ചെടുത്താൽ മതി. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂണേ ഉണ്ടാവുള്ളൂ. അത്രയും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തക്കാളി ചേർത്ത് കൊടുത്തപ്പം ചെറിയൊരു തക്കാളി എടുത്താൽ മതി എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ചൊരു പൊടി ഉണ്ടല്ലോ, അതാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഈ പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ കറി റെഡിയാക്കി കഴിയുമ്പം ഉലുവയും അതുപോലെ തന്നെ ഉഴുന്നൊക്കെ വറുത്ത് പൊടിച്ചത് കൊണ്ട് നല്ല മണമാണ് നമ്മുടെ കറിക്ക്. അതുമാത്രമല്ല ഈ പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പം നമ്മുടെ കറി നന്നായിട്ട് തിക്കായിട്ട് വരും. ഇത് കുറച്ച് മട്ടരിയൊക്കെ ചേർത്തത് കൊണ്ടാണ് ആ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകിയിട്ട്
നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഈ ഒരു കറി കിട്ടും. ഇനി നമ്മൾക്ക് 2 രീതിയിൽ കറി റെഡിയാക്കി എടുക്കാം. നാളികേരം ചേർത്തില്ലെങ്കിലും ഈ കറിക്ക് ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു പാകം മതി, ഇങ്ങനെ എടുക്കാം. പക്ഷേ നമ്മൾ ഇന്നത്തെ കറിയിലേക്ക് കുറച്ച് നാളികേരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തല്ല കേട്ടോ അരയ്ക്കുന്നത്, നല്ല തിക്കായിട്ട് തന്നെ അരയ്ക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിനി എത്രയാണ് വെള്ളം ചേർക്കേണ്ടതെന്ന് വെച്ചാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ കുറേ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചപ്പം അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല. ഞാൻ ആ നാളികേരം എടുത്ത ആ ഒരു ബൗളിനകത്തേക്ക് കുറച്ച് തിളപ്പിച്ച ആറിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്കിലാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇത് ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി കുറുകി കിട്ടും കേട്ടോ. ഇനി നമ്മൾക്ക് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇനി ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു നാളികേരത്തിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ മതി. കാരണം ഒരുപാട് ഇനി കുക്ക് ചെയ്താൽ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് കലങ്ങിപ്പോവും കറിയിലേക്ക്. അപ്പം ഞാനൊരു 3 മിനിറ്റ് അത്രയാണ് കേട്ടോ കുക്ക് ചെയ്തത്. നമ്മുടെ കുമ്പളങ്ങ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടമാവും എല്ലാവർക്കും. തയ്യാറാക്കുന്നവർ കാണുമായിരിക്കാം. പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്കൊന്ന് വറുത്തിടണം. വറുത്തും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ചാറോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി ഒന്നതൊന്ന് കുറുകി വറ്റി കിട്ടും കേട്ടോ. ഞാനൊന്ന് സ്റ്റൗവിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക്, പിന്നെ വറ്റൽമുളക്, പിന്നെ ചേർത്ത് കൊടുത്തത് കറിവേപ്പില. അത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിക്കുക. വേണമെങ്കിൽ 2 ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് വറുത്തിട്ടോളൂ. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ചേർത്തിട്ടില്ല. നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നാടൻ രുചിക്കൂട്ടിൽ തയ്യാറാക്കിയെടുത്ത ഇന്നത്തെ നമ്മുടെ കുമ്പളങ്ങ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.